പ്രിയ ദൈവമക്കളെ, വിശ്വപ്രസിദ്ധമായി നിൽക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളി ഐതിഹ്യ പെരുമ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങളുടെ ശരികൾ കൊണ്ടും നിൽക്കുകയാണ്. ഇന്നലെ രാത്രി റാസയുടെ ദൃശ്യങ്ങളാണ്. മെയ് 7, 8 തീയതികളിലാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് ഗദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ അതിഗംഭീരമായി നടക്കുന്നത്. ഇന്നലെ 7-ാം തീയതി രാത്രി 10 മണിക്ക് ദേവാലയ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട റാസയുടെ മുൻഭാഗ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. 10 മണിക്ക് ദേവാലയ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട റാസ രാത്രി ഏതാണ്ട് 1:30 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വാസികൾ ആ റാസയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും എത്രമാത്രം നേരം കൊണ്ടാണ് ഓരോ ഇടവും ആ റാസ കടന്നു പോകാൻ എടുക്കുന്നത് എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറെ അടുത്ത് കിടക്കുന്ന വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടെയെല്ലാം എത്തി ആത്മീയതയുടെ ചന്ദനഗന്ധം അവിടെയെല്ലാം പരത്തിക്കൊണ്ടാണ് ഈ റാസ തിരികെ വലിയ പള്ളി അങ്കണത്തിൽ ചേരുന്നത്. ദേവാലയ സന്നിധിയിൽ നിന്ന് വരെ ചെന്ന് അവിടെ നിന്നും തിരികെ അതേ മാർഗത്തിൽ തന്നെ എത്തി വളരെ പ്രസിദ്ധമായ ചെമ്പുമൂട്ടിലെത്തി അവിടെ നിന്നും പള്ളിയിൽ തിരികെ എത്തുന്നു. 10 മണിക്ക് തുടങ്ങുന്ന റാസ ഏതാണ്ട് 4 മണിക്കൂറോളം സമയമെടുത്താണ് തിരികെ ദേവാലയാങ്കണത്തിൽ എത്തിച്ചേരുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങൾ, എത്രത്തോളം ദൈവമക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതിമനോഹരങ്ങളായ വർണ്ണ കുടകൾ, ആ പഴമയുടെ പെരുമയെ ഉണർത്തുന്ന തരത്തിൽ വൈദ്യുത ദീപങ്ങളുടെ സജ്ജീകരണങ്ങൾക്ക് അപ്പുറമായി പ്രത്യേകമായ പെട്രോമാക്സ് സംവിധാനങ്ങൾ, അങ്ങനെ പഴമയുടെ പെരുമയെ വാനോളം ഉയർത്തിക്കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങളുടെ ശരികൾക്ക് അണുവിട പോലും മാറ്റം സംഭവിക്കാൻ അനുവദിക്കാതെയും കൃത്യമായി ഇവിടെ ഈ റാസയുടെ ആവർത്തനം മറ്റ് ചടങ്ങുകൾ പോലെ തന്നെ നടക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തും ഭക്തി നിർഭരമായ സ്വീകരണം മാത്രമല്ല സർവ്വജനങ്ങളും ഈ റാസയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആയിരങ്ങളാണ് ഇവിടുത്തെ മറ്റ് ചടങ്ങുകളിൽ എന്ന പോലെ തന്നെ ഈ റാസയിലും പങ്കെടുക്കുന്നത്. പള്ളിയിൽ നിന്നും ഇറങ്ങി ഏതാണ്ട് 14 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ റാസ ദൈവ സൗഖ്യത്തെ പ്രഘോഷിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെരുന്നാൾ പ്രദക്ഷിണമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ 7-ാം തീയതി രാവിലെ റാസ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രാമമായ ഇടത്തിട്ടയിലെ ഹൈന്ദവ സഹോദരങ്ങൾ കുരുത്തോലയും വാഴപ്പോളയും കൊണ്ട് വലിയ പള്ളിയുടെ രൂപമുണ്ടാക്കി തന്നെയാണ് ഈ റാസയെ സ്വീകരിക്കുന്നത്. മറ്റൊരു വിഭാഗം സഹോദരങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കത്തുന്ന ചൂട്ടുകറ്റകൾ സഹതായ്ക്ക് മാർഗം തെളിക്കാൻ എന്ന വണ്ണം വീശി. അങ്ങനെ സർവ ജനങ്ങൾ തമ്മിൽ സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുത്തൻ അധ്യായങ്ങൾ രചിച്ചുകൊണ്ടാണ് ഓരോ വർഷവും ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ 7-ാം തീയതി മെയ് 7-ാം തീയതി രാവിലെ പരിശുദ്ധമായ പ്രസിദ്ധമായ റാസ നടക്കുന്നത് എന്ന കാര്യം വളരെ പരമാർത്ഥമാണ്. ഓരോ കുരിശടികളിലും അതുപോലെ തന്നെ ഭവനങ്ങളുടെ മുൻപുകളിൽ ഒക്കെ ദീപങ്ങൾ തെളിയിച്ചും നിലവിളക്കും മെഴുകുതിരിയും എല്ലാം തെളിയിച്ചും മറ്റ് വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചും വിവിധങ്ങളായ പരവതാനികൾ വിരിച്ചും വൈവിധ്യമാർന്ന മേലാപ്പുകൾ ചമച്ചും ഒക്കെ സർവ്വ ജനങ്ങളും ഈ റാസയെ വരവേൽക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് കൗമാരപ്രായത്തിലുള്ള കുറെ കുഞ്ഞുങ്ങളുടെ ഒരു നിരയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, കുട്ടികൾക്ക് ഇപ്പോൾ ഭക്തിയില്ല, കുട്ടികൾക്ക് ഇപ്പോൾ ഈശ്വര ചിന്തയില്ല, കുട്ടികൾക്ക് ഇപ്പോൾ ഈശ്വര പ്രാർത്ഥനയില്ല എന്നൊക്കെ. പക്ഷേ ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ഓരോ ദൃശ്യവും ആ പ്രസ്താവന കേവലം ഒരു ആരോപണം മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ആയിരക്കണക്കിന് കൗമാരപ്രായക്കാർ, യുവജനങ്ങൾ ഇവിടെ
ഈ പള്ളിയിലെ തിരുദേവാലയത്തിലെ ഓരോ ചടങ്ങിലും ആത്മാർത്ഥമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അതിമനോഹരമായ ദീപം, ആ മെഴുകുതിരി ദീപം തങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമായി, പ്രത്യാശയുടെ പ്രകാശമായി, അനുഗ്രഹത്തിന്റെ പ്രകാശമായി, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സൗന്ദര്യമായി എന്നും തങ്ങളിൽ നിറയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് സർവ്വജനങ്ങളും മനസ്സിൽ നിറച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പല ഇടങ്ങളിലും അതിമനോഹരമായ കരിമരുന്ന് പ്രയോഗങ്ങൾ ഈ റാസയെ വരവേറ്റുകൊണ്ട് നടത്തുന്നുണ്ട്. ആകാശവീഥിയിൽ അത്തപ്പൂക്കളങ്ങൾ ചമയ്ക്കുന്ന അത്തരത്തിലുള്ള ഒരു കരിമരുന്ന് പ്രയോഗത്തിന്റെ അല്പ ദൂര ദൃശ്യമാണ് ഈ നിമിഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടത്. വലിയ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയിൽ രാവിന്റെ അതിസുന്ദരമായ പശ്ചാത്തലത്തിൽ പ്രകൃതി സർവ്വവിധമായ സൗന്ദര്യങ്ങളും സമ്മാനിച്ചിരിക്കുന്ന ആ മേലാപ്പിന് കീഴെ അതിസുന്ദരമായ ഒരു കപ്പലിന്റെ മാതൃകയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഒരു ഛായാചിത്രം സ്ഥാപിച്ചുകൊണ്ട് സർവ്വജനങ്ങൾക്കും ഈ നാടിന്റെ ദേശാധിപനായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന, ഈ പാരിലാകെയും നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാമത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സർവ്വവിധമായ സൗഖ്യവും മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുമെന്നുള്ള സന്ദേശം വൈദ്യുത ദീപങ്ങളുടെ ഈ പ്രകാശം പോലെ സർവ്വ ഇടത്തിനും പ്രത്യാശയുടെ പ്രകാശം നൽകുവാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സാധ്യമാകുമെന്നുള്ള സന്ദേശം സമ്മാനിച്ചുകൊണ്ട് റാസ കടന്ന് പോവുകയാണ്. നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ സുന്ദരങ്ങളായ ഫ്ലോട്ടുകളും ഒക്കെയും ഈ റാസയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരത്തിൽ ഒരു റാസ. വാസ്തവത്തിൽ പല ദേവാലയങ്ങളിലും തത്സമയ സംരക്ഷണത്തിന് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് പോകുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ദൈർഘ്യമേറിയ ഒരു റാസ അത് മറ്റെവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 14 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് സാധാരണഗതിയിൽ കുട്ടികൾ 1/2 കിലോമീറ്റർ പോയിട്ട് 100 മീറ്റർ പോലും നടക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. കുട്ടികൾ എന്ന് മാത്രമല്ല, പുതിയ തലമുറയിൽപ്പെട്ടവരെന്ന് മാത്രമല്ല, പഴമക്കാർക്ക് പോലും ഇപ്പോൾ നടപ്പ് അത്ര സുഖദായകമായ ഒരു സംഗതിയല്ല. ആ വ്യായാമത്തിന് വേണ്ടിയും ശരീരത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ ചിലരൊക്കെ അല്പം വെളുപ്പിനെ നടക്കുമെന്നുള്ളതല്ലാതെ നടപ്പ് പൊതുവെ ഇന്ന് അസ്വീകാര്യമായ ഒരു മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ രാവിന്റെ പശ്ചാത്തലത്തിൽ 14 കിലോമീറ്റർ ദൂരം കയ്യിൽ കരുതിയിരിക്കുന്ന മെഴുകുതിരിനാളത്തെ കെടാൻ അനുവദിക്കാത്ത ഏകാഗ്രതയോടെ വൈദിക ശ്രേഷ്ഠൻ അനുഷ്ഠിക്കുന്ന ദൈവികമായ ഓരോ കർമ്മത്തിലേക്കും മനസ്സിനെയും മസ്തിഷ്കത്തെയും ഉറപ്പിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് ഈശ്വരനാമം മാത്രം ജപിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളുടെ ശിഷ്ടജീവിതത്തിന് സൗഖ്യത്തിനായി എപ്പോഴും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 10,000 ഈ 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള റാസയിൽ പങ്കെടുക്കുന്നത്. രാത്രിയാണ്. ഇന്നലെ പകൽ തിമിർത്ത് പെയ്യുന്ന മഴയുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്കും ഇന്നലത്തെ റാസ അതിഗംഭീരമാക്കുവാൻ പ്രകൃതിയിൽ നിറഞ്ഞു നിന്നിരുന്ന പൊടി പടലങ്ങളെ എല്ലാം ഒന്ന് അടക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ദൈവം മഴ പെയ്യിച്ചതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായത്. രാവിന്റെ മനോഹാരിതയെ, സ്വാഭാവികമായ മനോഹാരിതയെ ആധ്യാത്മികമായ ചൈതന്യം കൊണ്ട് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റാസ ചന്ദനപ്പള്ളി വലിയ പള്ളി അങ്കണത്തിൽ നിന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ. നാടിന്റെ നാനാ വഴികളിൽ ഭക്തിനിർഭരമായ സ്വീകരണം നൽകുന്നതിനായി വിശ്വാസികൾ, ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. മതമൈത്രിയുടെ മഹത്തായ സന്ദേശമാണ് ഈ റാസ ഇവിടെ സമ്മാനിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും സ്നേഹബന്ധങ്ങളെയും ബന്ധനങ്ങളെയും അഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ പൂർവികർ എത്രത്തോളം കൃത്യമായാണോ ഇതൊക്കെ ഇവിടെ ചെയ്തു പോന്നിരുന്നത് അത് കൃത്യമായി ആവർത്തിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോഴും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ശക്തിഭദ്ര രാജാവ്, ചെന്നിർക്കര സ്വരൂപത്തിന്റെ അധിപതിയായി വാണരളിയ ശക്തിഭദ്ര രാജാക്കന്മാർ ഈ ദൈവീകതയെ, ഈ ആത്മീയതയുടെ തേജസ്സിനെ പ്രഘോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ഘോഷയാത്രയ്ക്ക്, ഈ ഒരു റാസയ്ക്ക് അകമ്പടി സേവിക്കുവാൻ
കുതിര പട്ടാളത്തെ അടക്കം അനുവദിച്ചിരുന്നു എന്ന് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് ശക്തിഭദ്ര രാജാവിന്റെ കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലമാണ് കുതിരപ്പുര എന്ന് അറിയപ്പെടുന്നത് എന്ന് ചരിത്രത്തിന്റെ ചില പേജുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒടുവില് രാജഭരണം അവസാനിച്ചതോടുകൂടി ഇത്തരം ഘോഷയാത്രയ്ക്ക്, റാസയ്ക്ക് അങ്ങനെ ഒരു അശ്വാരൂഢനായ പടയാളികളുടെ അകമ്പടി അസാധ്യമായി വരികയും പിന്നീട് വലിയ തടിയിൽ വലിയ കുതിരയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ആൾക്കാർ പുണ്യവാളച്ഛന്റെ ഒരു രൂപഭാവങ്ങളെ മനസ്സിലേക്കും ശരീരത്തിലേക്കും സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ചടങ്ങിനെ പങ്കെടുക്കുമായിരുന്നുവെന്നും ആ മരക്കുതിരയെ സൂക്ഷിച്ചിരുന്ന സ്ഥലം കുതിരപ്പുരയായി തന്നെ അറിയപ്പെട്ടിരുന്നു എന്നും പിന്നീട് കാലത്തിന്റെ പ്രത്യേകമായ ചില കെട്ടുപാടുകളിൽ ആ മരക്കുതിര നശിപ്പിക്കപ്പെട്ടു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാസയുമായും ഈ വലിയ പള്ളിയിലെ ചടങ്ങുകളുമായും കുതിരപ്പുര എന്ന ഇപ്പോൾ കൽക്കുരിശിന് സമീപം കാണുന്ന ആ ഒരു പുരയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ചെമ്പെടുപ്പ് അത് ആ നേർച്ച ചോറ് കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ വെക്കുന്നതും ആ ഒരു കുതിരപ്പുരയിലാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ഈ റാസ കടന്നു പോകുന്ന ഓരോ ഇടത്തിലും പ്രത്യേകമായ പ്രാർത്ഥനയും അർത്ഥനയും നടത്തിയാണ് റാസ കടന്നു പോകുന്നത്. ഇടത്തിട്ടയിൽ ചെല്ലുമ്പോൾ ഈ ചനപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് 4-4.5 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇടത്തിട്ടയായി. അവിടെ ചെല്ലുമ്പോൾ ഈ വലിയ പള്ളിയുടെ മാതൃക കുരുത്തോലയിലും വാഴപ്പോളയിലും നിർമ്മിച്ചാണ് ഇടത്തിട്ടയിലെ പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരന്മാർ ഈ റാസയെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഭക്തിയുടെ പ്രത്യേകമായ പ്രഹർഷം സർവ ജനങ്ങൾക്കും സമ്മാനിക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ മെയ് 7-ാം തീയതി രാവിലെ നടന്ന, ഇത് തത്സമയ ദൃശ്യങ്ങളല്ല, ഇന്നലെ ഞങ്ങൾ ഇത് രാത്രിയിൽ നടന്ന റാസ ചിത്രീകരിച്ച് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രിയിൽ നടന്ന റാസയുടെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്ന് പൊക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദേവാലയമാണ്. ലോകമെങ്ങുമുള്ള ദേവാലയങ്ങളിലും ദേറാകളിലും ആദരണീയനായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദാ രക്തസാക്ഷികളുടെ ഗുരുവും നായകനുമാണ്. പടയാളികളുടെ ഉടയാടയും ഉരുക്കു തൊപ്പിയും അണിഞ്ഞ് കർത്താവിന്റെ കാരുണ്യവചനങ്ങൾ വാരി വിതറി കടലിലൂടെയും കരയിലൂടെയും മരണനിഴൽ വീണ താഴ്വരകളിലൂടെയും അദ്ദേഹം നടത്തിയ പ്രേഷിത ജൈത്ര യാത്രയുടെ അനുരണനങ്ങൾ ഇന്നും നിലച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ദൈവവചനത്തെ സാക്ഷാൽ വിശുദ്ധ ഗീവർഗീസ് സഹദാ ഉച്ചൈസ്ത്യരം ഉദ്ഘോഷിക്കുകയാണ് ചെയ്തത്. സർവ്വജനങ്ങളെയും പാപത്തിന്റെ മാർഗത്തിൽ നിന്നും നീതിധർമ്മ ന്യായങ്ങളുടെ, ശരികളുടെ, സത്യങ്ങളുടെ, നിസ്വാർത്ഥതയുടെ ശരിയായ മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നതിനായി ഏറെ പണിപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവനാണ് സാക്ഷാൽ ഗീവർഗീസ് സഹദാ എന്ന് വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രവും ആ ജീവിത ചരിത്രത്തിന്റെ, ആ സച്ചരിത്രത്തിന്റെ മഹത്വമൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത് സർവ വിശ്വാസി പൈതങ്ങൾക്ക് പോലും മനഃപാഠമാണ്. ആ വ്യാളിയെ നിഗ്രഹിച്ചുകൊണ്ട് അശ്വാരൂഢനായിരിക്കുന്ന ഗീവർഗീസ് സഹദായുടെ സെന്റ് ജോർജ് പുണ്യവാളച്ഛന്റെ അതിമനോഹരമായ ആ രൂപം മനസ്സിൽ പതിയാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ സർവ്വജനങ്ങളുടെയും നന്മയ്ക്കായി അഹോരാത്രം പണിപ്പെട്ടവനാണ് വിശുദ്ധ ഗീവർഗീസ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനായിരുന്ന അദ്ദേഹം വിശുദ്ധിയുടെ പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ടത്. ദൈവത്തിന്റെ ശരികളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നും ആ സ്വർഗീയമായ പരിശുദ്ധിയെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതം നയിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദാ, ആ വിശുദ്ധന്റെ തിരുശേഷിപ്പിരിക്കുന്ന ദിവ്യ ദേവാലയമാണ് ഈ ചന്ദനപ്പള്ളി വലിയ പള്ളി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ നിലനിന്നു പോരുന്ന ഈ സർവ്വദിക്കുകൾക്കും അനുഗ്രഹത്തിന്റെ സമ്മാനങ്ങൾ അളവില്ലാതെ സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ തിരുദേവാലയത്തിൽ സാക്ഷാൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പും ഇപ്പോൾ നാം കാണുന്നത് ഇടത്തിട്ട ഗ്രാമവാസികൾ നൽകിയ ഊഷ്മളമായ റാസയ്ക്ക് ഊഷ്മളമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, കുരുത്തോലയും വാഴപ്പോളയും കൊണ്ട് അതിമനോഹരമായി ഈ വലിയ പള്ളിയുടെ രൂപവും നിർമ്മിച്ച് നിർത്തിയിരിക്കുകയാണ്.
സത്യത്തിൽ കുളിരുകൊള്ളുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കാലം എത്ര മാറിയിട്ടും, കാലം എത്രയോ മാറി, എത്രയോ ആചാരങ്ങൾ മാറി, എത്രയോ അനുഷ്ഠാനങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ കാലപ്പഴക്കത്തിന്റെ കാർമേഘ പാളികൾക്ക് ഒരിക്കലും മറയ്ക്കുവാനാവാതെ ഇതാ മഹാസത്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ചന്ദനപ്പള്ളിയിൽ നിന്നും മെയ് 7-ാം തീയതി രാത്രി 10 മണിക്ക് ആരംഭിച്ച റാസ തങ്ങളുടെ ഗ്രാമവീഥിയിലേക്ക്, ഗ്രാമാതിർത്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തി നിർഭരമായ സ്വീകരണം, അത് പഴമയുടെ ആ ശരികളെ മുഴുവൻ പുൽകി പുണർന്നുകൊണ്ട് ദേശവാസികൾ നൽകുന്ന ഭക്തി നിർഭരമായ കാഴ്ച പ്രിയ സഭാവിശ്വാസികളെ നമ്മൾ കാണുകയാണ്. ആ ചൂട്ടുകറ്റയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഓരോ തീയുടെ ഓരോ എന്താണ് അതിന്റെ ഓരോ തുള്ളിയും അല്ലെങ്കിൽ ഓരോ കനലും അത് ആത്മീയതയുടെ വലിയ വലിയ ദീപങ്ങളായി ഓരോ മനുഷ്യ മനസ്സിലും ജീവിതകാലം മുഴുവൻ പ്രജ്വലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സജ്ജനങ്ങളെ, നമുക്ക് വെളിച്ചമാണ് ആവശ്യം, നമുക്ക് പ്രകാശമാണ് ആവശ്യം, നമുക്ക് ശരിയുടെ വെട്ടമാണ് ആവശ്യം. വ്യാളിയെ കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹദ നിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു വ്യാളി രൂപത്തിനെ മർദ്ദിച്ചു കൊന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദേശത്തിന് മുഴുവൻ ഭീഷണിയായിരുന്ന വ്യാളിയെ മാനവജാതിയുടെ നന്മയ്ക്കായി വിശുദ്ധ ഗീവർഗീസ് സഹദ ഇല്ലായ്മ ചെയ്തു എന്നുള്ളത് ഭൗതികമായ അർത്ഥം. അതിനപ്പുറം ആധ്യാത്മികമായ വലിയ 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 അർത്ഥതലങ്ങളാണ് ആ ഒരു മഹത് സംഭവത്തിന് പിന്നിലുള്ളത്. തിന്മയുടെ പ്രതീകമാണ് വ്യാളി എന്ന് പറയുന്നത്, അശുദ്ധിയുടെ പ്രതീകമാണ് വ്യാളി എന്ന് പറയുന്നത്, അധർമ്മത്തിന്റെ പ്രതീകമാണ് വ്യാളി എന്ന് പറയുന്നത്, അസൂയയുടെ പ്രതീകമാണ് വ്യാളി എന്ന് പറയുന്നത്, ആത്മാർത്ഥത ഇല്ലായ്മയുടെ പ്രതീകമാണ് വ്യാളി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇരുട്ടിന്റെ രൂപമാണ്, സാത്താന്റെ രൂപമാണ്, പൈശാചികതയുടെ രൂപമാണ് വ്യാളിക്കുള്ളത്. അപ്പോൾ ആകെ പറയുമ്പോൾ തിന്മയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് വ്യാളി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിന്മയുടെ വ്യാളിയെ നിഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തിന്മയെ നിഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തിന്മയുടെ അന്ധകാരത്തിനെ പരിപൂർണമായി നിഗ്രഹിച്ച് ഈ ലോകത്ത് നിന്നും ഇല്ലാതാക്കിയ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രകാശവർഷമല്ലേ സംഭവിക്കേണ്ടത്? അത് തന്നെയല്ലേ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. റാസയിൽ ആയിരക്കണക്കിന് സഹോദരങ്ങൾ മെഴുകുതിരി ദീപങ്ങൾ കൈകളിൽ ഏന്തിയിട്ടുണ്ട്. റാസയിൽ അതിമനോഹരങ്ങളായ മറ്റ് പ്രകാശ സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടെല്ലാം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ഭക്തിയുടെയും ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെയും നിഷ്കളങ്കവും നിരുപമവുമായ ആ പുണ്യവാളച്ചനോടുള്ള നിഷ്കളങ്കവും നിരുപമവുമായ ആ ഭക്തി ആദരവുകളുടെ ഏറ്റവും ശക്തമായ അടയാളവുമായി ഇതാ ഈ കറ്റകൾ ഇവിടെ പ്രജ്വലിച്ചു നിൽക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കടന്നെത്തുന്ന സ്വർഗീയമായ ആ പ്രകാശത്തിന്റെ പ്രതീകമായി മാറുന്നു എന്നുള്ള കാര്യം നിസ്തർക്കമായ സത്യമാണ്. പ്രിയ സജ്ജനങ്ങളെ, ഇന്നലെ രാത്രി 7-ാം തീയതി വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച റാസ അത് നാടിൻ്റെ നാനാവഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന് കൃത്യമായ മാർഗങ്ങളുണ്ട്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 4 ദേശങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഈ റാസ ഏതാണ്ട് 4 മണിക്കൂർ സമയം കൊണ്ട് 14 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഈ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന റാസ ചന്ദനപ്പള്ളി, അതുപോലെ തന്നെ വള്ളിക്കോട്, കൈപ്പട്ടൂർ, ഇടത്തിട്ട അങ്ങനെ സഞ്ചരിച്ച് വീണ്ടും അതേ മാർഗത്തിൽ കൂടെ തന്നെ തിരികെ എത്തി പ്രസിദ്ധമായ ചെമ്പുമൂട്, ഇന്നത്തെ ഈ ചെമ്പെടുപ്പുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചെമ്പ് മൂട്ടിൽ നിന്നുമാണ് പിന്നെ അത് പള്ളി അങ്കണത്തിലേക്ക് റാസ തിരിച്ചെത്തുന്നത്. അങ്ങനെ വിശുദ്ധനെന്ന് വാഴ്ത്തപ്പെടുന്ന പരമകാരുണികനായ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സർവ്വ ജനങ്ങൾക്കും സർവ്വവിധമായ ഐശ്വര്യവും സമ്മാനിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പുണ്യൻ തിരുനാൾ ആഘോഷങ്ങൾ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ അതിഗംഭീരമായി ഇപ്പോഴും നടക്കുകയാണ്. ഇന്നലെ നടന്ന റാസയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. ഏതാണ്ട് സമയം 2:30 മണിയോട് അടുക്കുന്നു. 3 മണിക്കാണ് അതിപ്രസിദ്ധമായ ചെമ്പെടുപ്പ് റാസ ആരംഭിക്കുന്നത്. ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന റാസ ചന്ദനപ്പള്ളിയിൽ എത്തിച്ചേരും. ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ ഭക്തിനിർഭരമായ സ്വീകരണം ഇന്ന്
റാസയ്ക്ക് ലഭിക്കും. അവിടെ സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ അശോകൻ ഒരു ആശംസാ പ്രസംഗം നടത്തുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പള്ളി അങ്കണത്തിൽ നിന്നും അല്പം ദൂരത്തിലാണ് ചന്ദനപ്പള്ളി ജംഗ്ഷൻ എന്നുള്ളത് കൊണ്ടും വലിയ ഭക്തജനത്തിരക്ക് ഈ ദേവാലയ വീഥികളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ ആ ചന്ദനപ്പള്ളി ജംഗ്ഷനിലെ ദൃശ്യങ്ങൾ തത്സമയം തന്നെ കാണിക്കാൻ ഞങ്ങൾ ക്ലേശിച്ചു പോകുമോ എന്ന് സംശയിക്കുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അത് ചിത്രീകരിച്ചു കൊണ്ടാണെങ്കിലും ശരി, തത്സമയമായിട്ടാണെങ്കിലും ശരി, AC പ്രേക്ഷകരുടെ മുമ്പിൽ യഥാസമയം എത്തിച്ചു നൽകുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന് സ്വർഗസ്ഥനായ ദൈവം സർവ്വവിധമായ അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. റാസ കടന്നു വരുന്ന വഴികളിൽ ദീർഘമായ മാർഗത്തിലൂടെ ദീർഘനേരം കൊണ്ടാണ് റാസ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പ്രത്യേകമായ സ്വീകരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവും ലഘുഭക്ഷണവും ഒക്കെ നൽകുന്നുണ്ട്. റാസയുടെ ആചാര വിശുദ്ധിക്ക് യാതൊരു വിധമായ ഭംഗവും വരാൻ ഇടയാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ലഘുവായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ഈ റാസയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് സ്നേഹനിധികളായ സഹോദരങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതിഗംഭീരമായ മേള കൊഴുപ്പോടുകൂടി തന്നെയാണ് റാസ ഇന്നലെ നടന്നത്. അതിസുന്ദരങ്ങളായ കരിമരുന്ന് പ്രയോഗത്താലാണ് പലയിടങ്ങളിലും റാസയെ വരവേറ്റത്. അങ്ങനെയുള്ള ഒരു കരിമരുന്ന് പ്രയോഗത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ആള് കൂടുന്നിടത്ത് ഗന്ധകം തീർച്ചയായും പുകയ്ക്കണമെന്നാണ് ഭൗതിക ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ രസതന്ത്ര ശാഖകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഭൗതികമായ അല്ലെങ്കിൽ സയൻസിന്റെ ശരികളെ മുറുകെ പിടിച്ചുകൊണ്ടെന്ന് മാത്രമല്ല, ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മുൻകാല ചടങ്ങുകൾക്ക് കൃത്യമായ ആവർത്തനം ഉണ്ടാവണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ പ്രത്യക്ഷ അടയാളങ്ങളാണ് പ്രിയ വിശ്വാസികളെ നമ്മൾ കാണുന്നത്. പ്രജ്വലിച്ചു നിൽക്കുന്ന ഓരോ മെഴുകുതിരിയും ആ മെഴുകുതിരി നാളങ്ങളുടെ മധ്യത്തിലൂടെ ആ കത്തി നിൽക്കുന്ന ചൂട്ടുകറ്റകളും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുളിരുകോരിയിടുകയാണ് ഈ ദൃശ്യം കാണുമ്പോൾ. ഹൈന്ദവ ആചാരങ്ങൾ, പടയണി അടക്കമുള്ള ആചാരങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണ് ഈ ചൂട്ടിന്റെ പ്രജ്വലിപ്പിക്കൽ എന്നുള്ളത് തന്നെ. അപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിന്റെയും ക്രൈസ്തവ സംസ്കാരത്തിന്റെയും നന്മയും ശരികളും എല്ലാം ഒത്തുചേരുന്ന പുണ്യഭൂമിയാണ് ചന്ദനപ്പള്ളി എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒട്ടും തെറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിമനോഹരങ്ങളായ ഒരുപാട് ദൃശ്യങ്ങളാൽ സമൃദ്ധമാണ് ചന്ദനപ്പള്ളിയിലെ 7-ാം തീയതി രാത്രിയിൽ നടന്ന റാസ എന്ന് പറയുന്നത്. ഇന്ന് നടക്കുന്ന ചെമ്പെടുപ്പ് റാസ മറ്റൊരു തരത്തിലുമുള്ളതാണ്. ഇന്ന് നടക്കുന്ന ചെമ്പെടുപ്പ് റാസയിൽ ഉത്സാഹത്തിന്റെയും ഊർജത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തൊരുമയുടെയും പകിട്ടാറുന്ന ഊർജം നിറഞ്ഞ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഇന്നലെ നടന്ന റാസയിൽ ഭക്തിയുടെയും അടിയറവിന്റെയും എന്ന് പറയുമ്പോൾ പരമപവിത്രമായ ഈശ്വര വിശ്വാസത്തിന് മുമ്പിൽ സ്വന്തം ജീവിതത്തിനെ അടിയറ വെക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഭക്തി നിർഭരമായ സ്വീകരണത്തിൻ്റെയും നന്മയുടെയും ശരികളുടെയും എല്ലാം ചിത്രങ്ങൾ മാത്രം നമ്മൾ കാണുകയാണ്. ഇതിനകത്തൊരു മേള തിമിർപ്പിൻ്റെയല്ല, മറിച്ച് ഭക്തിയുടെ ഓളപ്പരപ്പിൽ സുരക്ഷിതമായി ഭക്തജനങ്ങൾ, വിശ്വാസികൾ സഞ്ചരിക്കുന്നതിൻ്റെ സുഖദായകമായ ദൃശ്യങ്ങളാണ് ഈ റാസയെ സമൃദ്ധമാക്കുന്നത് എന്നതിൽ തർക്കമില്ല. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് റാസ ചന്ദനപ്പള്ളി വലിയ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെട്ടത്. 4 ദേശങ്ങളെയും സ്പർശിച്ച്, ചന്ദനപ്പള്ളിയെയും വള്ളിക്കൂടിനെയും കൈപ്പട്ടൂരിനെയും ഇടത്തിട്ടയെയും സ്പർശിച്ച് ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ എല്ലാം സഹോദര ബുദ്ധിയാവുള്ള, സ്നേഹബുദ്ധിയാവുള്ള സർവ്വവിധമായ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് റാസ ദേവാലയത്തിൽ